വീണ്ടും സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂട്രീഷൻ മാറ്റേഴ്സ്. നമ്മളിപ്പോൾ ഉള്ളത് ബംഗളൂരുവിലെ വൈറ്റ് ഫീൽഡിലെ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ സെന്റർ ഓഫ് എക്സലൻസിലാണ്. എന്റെ പേര് നയൻ. എല്ലാ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ ഉൽപ്പന്നങ്ങൾക്കുമായി അത്യാധുനിക ഉൽപ്പന്ന വികസന സെൻസറി ടെസ്റ്റിംഗ് പ്രക്രിയകൾ നമ്മൾ കണ്ടു. ഇനി ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റെബിലിറ്റി ചേംബറുകളാണ്. കേട്ടാൽ ഹാരി പോട്ടറിന്റെ മാന്ത്രിക മുറി പോലെ തോന്നുന്നു അല്ലേ? ഈ ചേംബറുകൾക്ക് ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത ഭൂമിശാസ്ത്രങ്ങളെ അനുകരിക്കുന്ന 4 പാരിസ്ഥിതിക മേഖലകളെ ഉത്തേജിപ്പിക്കാനാകും. ഉൽപ്പന്നം വിവിധ താപനിലയിലും ആർദ്രതയിലും എങ്ങനെ നിലനിൽക്കുന്നുവെന്ന് കാണാനാകും. ഇതേപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ അശുതോഷ് അകത്ത് നമ്മളെ കാത്തു നിൽക്കുന്നു. നമുക്ക് പോകാം. നമ്മളിപ്പോൾ സ്റ്റെബിലിറ്റി ചേംബറിലാണ് മിസ്റ്റർ അശുതോഷ്. നല്ല ബഹളവുമുണ്ട്. സ്റ്റെബിലിറ്റി ചേംബറിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതെ, അപ്പോൾ ഇന്ത്യയിൽ നമുക്കുള്ളതും ഞങ്ങൾ ഇവിടെ നിലനിർത്തുന്നതും 4 വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റെബിലിറ്റി അവസ്ഥകളാണ്. സ്റ്റെബിലിറ്റി ചേംബറുകളുടെ സവിശേഷമായ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേക സവിശേഷത ഈ 4 അറകളും അതിന്റെ താപനില കൃത്യതയ്ക്കായി തുടർച്ചയായി നിരീക്ഷിക്കപ്പെടുന്നു എന്നതാണ്. ഒപ്പം ആർദ്രത കൃത്യതയ്ക്കായി. സ്റ്റെബിലിറ്റിക്കായി വ്യത്യസ്ത ഭൂമിശാസ്ത്രപരമായ ആവശ്യകതകൾക്കനുസരിച്ച് എല്ലാ അറകളും വ്യത്യസ്ത അവസ്ഥയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അകത്തേക്ക് പോയാൽ അത് ഞങ്ങൾക്ക് അനുഭവപ്പെടും. വരൂ. നല്ല ചൂടുണ്ട്. അതെ, ചൂടും പിന്നെ ആർദ്രതയും. അതെ, ആർദ്രതയും ശരിയാണ്. അപ്പോൾ ഈ പ്രത്യേക ചേംബർ 25ഉം 60ഉം ഡിഗ്രിയിൽ പരിപാലിക്കപ്പെടുന്നു. അതിനെ ഞങ്ങൾ റിയൽ ടൈം പഠനം എന്ന് വിളിക്കുന്നു. ഇവിടെ ഞങ്ങൾ ഉൽപ്പന്നം മൊത്തം 24 മാസത്തേക്ക് സംഭരിക്കുന്നു. ഒരു ചേംബർ കൂടി ഞങ്ങൾക്കുണ്ട്. ഇത് ഉയർന്ന താപനിലയിലും ഉയർന്ന ആർദ്രതയിലും പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഉൽപ്പന്നത്തിന്റെ 6 മാസ കാലയളവ് 24 മാസം വരെയുള്ള സ്റ്റെബിലിറ്റി കണക്ക് കൂട്ടാനാണിത്. നമുക്കത് പരിശോധിക്കാം. ഇത് മറ്റൊരു ചേംബറാണല്ലേ? മറ്റൊരു ചേംബറാണിത്. ഞാൻ വിശദീകരിച്ചതുപോലെ ഇത് 40 ഡിഗ്രിയിലും 75ലും നിലനിർത്തിയിരിക്കുന്നു. ഇതിനകത്ത് കയറിയാൽ നിങ്ങൾക്കത് അനുഭവപ്പെടും. ഓ മൈ ഗോഡ്, ഇത് അതിലും ചൂടാണല്ലോ. ഈ ചേംബർ 40 ഡിഗ്രി സെന്റിഗ്രേഡിലും 75% ആർദ്രതയിലും പരിപാലിക്കപ്പെടുന്നു. ഇവിടെ ഉൽപ്പന്നങ്ങൾ 6 മാസക്കാലത്തേക്ക് സൂക്ഷിക്കുന്നു. 6 മാസത്തെ ഡേറ്റ എനിക്ക് 24 മാസം വരെയുള്ള ഷെൽഫ് ലൈഫ് എക്സ്ട്രാപോളേഷൻ കണക്ക് നൽകും. അതിനർത്ഥം ഓരോ ചേംബറിനും അതിന്റെ കഥയുണ്ട്. അതായത് വിപണിയിൽ നിലനിൽക്കുന്ന ഷെൽഫ് ലൈഫ് കാണാനും പരിശോധിക്കാനും നിങ്ങൾ എത്ര മാസങ്ങൾ ചെലവഴിക്കും എന്നതിന്റെ അല്ലേ? അതെ, സ്റ്റെബിലിറ്റി അവസ്ഥയെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ ഷെൽഫ് ലൈഫ് പഠനത്തിന്റെയോ ഷെൽഫ് ലൈഫിന്റെയോ അടിസ്ഥാനത്തിൽ ഓരോരോ ബാച്ചുകൾ തീരുമാനിക്കുന്നതാണ്. ഇത് അതിശയകരമാണ്. നിങ്ങൾ ഇവിടെ പാലിക്കുന്നത് വളരെ കർശനമായ മാനദണ്ഡങ്ങളാണ്. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ അടുത്ത നിലയിലേക്ക് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുകയാണ് സർ. ഹെർബൽ ലൈഫിലെ ഗുണമേന്മയുടെ തത്വശാസ്ത്രത്തെക്കുറിച്ച് ഞങ്ങളോട് പറയാമോ? തീർച്ചയായും. അപ്പോൾ ഹെർബൽ ലൈഫിൽ ആഗോള തലത്തിൽ ഞങ്ങൾ പിന്തുടരുന്ന ഗുണമേന്മയുടെ തത്വശാസ്ത്രം സീഡ് ടു ഫീഡ് പോളിസിയാണ്. സീഡ് ടു ഫീഡ്. ഓക്കേ. ഈ ആശയം എന്തെന്നാൽ ഞാൻ എന്റെ ഉൽപ്പന്നത്തിൽ ഉപയോഗിക്കുന്ന ചേരുവകൾ എന്ത് തന്നെ ആയാലും അത് ഫാം തലത്തിൽ തന്നെ ഞങ്ങൾ ഈ ചേരുവകൾ ക്വാളിഫൈ ചെയ്യുന്നു എന്നതാണ്. ആദ്യഘട്ട ടെസ്റ്റിംഗ് അവിടെയാണ് നടക്കുന്നത്. ഫാമിൽ നിന്ന് സോർട്ടിംഗ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ 2ാം ഘട്ട ശുചീകരണവും തരംതിരിക്കലും ഗുണനിലവാര പരിശോധനയും നടക്കും. അസംസ്കൃത ഘടകത്തിൽ നിന്ന് അവർ കുറച്ച് എക്സ്ട്രാക്റ്റോ പൊടിയോ മറ്റെന്തെങ്കിലുമോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ ചൈനയിലെ പ്ലാന്റിൽ അത്തരത്തിലുള്ളൊരു നിർമ്മാണ ഫെസിലിറ്റി ഉണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ തലത്തിൽ വീണ്ടും 3ാം ഘട്ട ടെസ്റ്റിംഗ് നടത്തും. ഇവിടെ മെറ്റീരിയൽ യോഗ്യത നേടിയാൽ നിർദ്ദിഷ്ട സ്പെസിഫിക്കേഷനുകൾക്കായി മാത്രം വീണ്ടും ടെസ്റ്റ് ചെയ്യും. ഈ അസംസ്കൃത വസ്തുക്കൾ എന്റെ നിർമ്മാണ സൈറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ 4-5 ടെസ്റ്റുകൾക്ക് ശേഷം അപ്പോൾ ഇൻവെർട്ട് ടെസ്റ്റിംഗ് എന്ന് വിളിക്കുന്ന 4ാമത്തെ ലെവൽ ടെസ്റ്റിംഗ് നടക്കും. ഒരിക്കൽ കൂടി ഉൽപ്പന്ന മെറ്റീരിയൽ എന്റെ സ്പെസിഫിക്കേഷനുകൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഞാൻ ടെസ്റ്റിംഗ് നടത്തും. വീണ്ടും ഈ ചേരുവകൾ കൂട്ടിച്ചേർത്ത് ഒരു ഇന്റർമീഡിയറ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അടുത്ത ലെവൽ ടെസ്റ്റിംഗ് നടക്കും. അവിടെ മറ്റൊരു ടെസ്റ്റ് നടക്കും. അത് ടെസ്റ്റിംഗിന്റെ 5ാമത്തെ ഘട്ടമാണ്. അന്തിമ ഉൽപ്പന്നം നിർമ്മിച്ച് കണ്ടെയ്നറിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6ാമത്തെ ലെവൽ ടെസ്റ്റിംഗ് നടക്കും. അത് ഞങ്ങൾ എല്ലാ അത്യാധുനിക ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന ഫിനിഷ്ഡ് ഗുഡ് ടെസ്റ്റിംഗ് ആണ്. കൂടാതെ പൂർണ്ണമായ ലേബൽ ക്ലെയിം ആവശ്യകതകൾ അടങ്ങുന്ന ഈ ഫിനിഷ്ഡ് ഗുഡ് ടെസ്റ്റിംഗ് ലേബലിൽ ഞാൻ അവകാശപ്പെടുന്നത് എന്തും ഞാൻ എന്റെ ലാബിൽ പരിശോധിക്കുന്നു. ലേബലിൽ ഞങ്ങൾ അവകാശപ്പെടുന്നത് എന്തും അത് ഉൽപ്പന്നത്തിലുണ്ടെന്ന് ഉറപ്പാക്കുന്നു.
കൂടാതെ ഉൽപ്പന്നത്തിലുള്ളത് ലേബലിലും അവകാശപ്പെടുകയുള്ളൂ. പരിശോധനയുടെ 6ാമത്തെ ലെവൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ടെസ്റ്റിംഗ് കൂടിയുണ്ട്. ഇതിനെ പോസ്റ്റ് മാർക്കറ്റ് സർവൈലൻസ് ടെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു. ഈ പരിശോധനയിൽ ഉൽപ്പന്നം എന്റെ വെയർഹൌസിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഉപഭോക്താവിനടുത്ത് എത്തുന്നതിന് മുൻപ് ഞങ്ങൾ ഉൽപ്പന്നം വീണ്ടും എടുക്കുന്നിടത്ത് നിന്ന് അത് വീണ്ടും പരിശോധിക്കുന്നു. എല്ലാ ക്ലെയിം ആവശ്യകതകളും ഞങ്ങൾ പരിശോധിക്കുന്നു. അതുവഴി ഗതാഗതത്തിലോ സംഭരണത്തിലോ മറ്റോ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവ കാണാനാകും. ഞങ്ങൾക്ക് തിരുത്തൽ നടപടികൾ കൈക്കൊള്ളാനുമാകും. ഇപ്പോൾ ഈ പരിശോധനകളെല്ലാം വ്യത്യസ്ത തലത്തിലാണ് നടക്കുന്നത്. അവ എവിടെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ ഹെർബൽ ലൈഫിൽ ഞങ്ങൾക്ക് ലോകമെമ്പാടുമായി 8 ക്വാളിറ്റി കൺട്രോൾ ലാബുകളുണ്ട്. ഇവയ്ക്കെല്ലാം ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. മിക്ക പരിശോധനകളും ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഈ ലാബുകൾക്ക് ലോകോത്തര അക്രഡിറ്റേഷൻ സംവിധാനവുമുണ്ട്. ഇതിനെ ഞങ്ങൾ ISO 17025 എന്ന് വിളിക്കുന്നു. ഈ അക്രഡിറ്റേഷൻ സിസ്റ്റത്തിന്റെ പ്രയോജനം എന്തെന്നാൽ ഈ ലാബുകൾ നിർമ്മിക്കുന്ന ഏത് റിപ്പോർട്ടുകളും ആഗോളതലത്തിൽ ഏത് റെഗുലേറ്ററും അംഗീകരിക്കുന്നു എന്നതാണ്. മൈക്രോബയോളജി ലാബുകൾ രോഗകാരികളും രോഗകാരികൾ അല്ലാത്തതുമായ സൂക്ഷ്മാണുക്കളെ അടക്കം കൈകാര്യം ചെയ്യുന്ന ശുചിത്വ ഉറപ്പിനായി അസംസ്കൃത വസ്തുക്കൾ, പാക്ക് ചെയ്ത മെറ്റീരിയലുകൾ, ഫിനിഷ്ഡ് ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ പരിശോധനകൾ നടത്തുന്നു. ഇവിടെ നടത്തുന്ന പരിശോധനകൾ ഈ കോളി, സാൽമൊണെല്ല എന്നിവയ്ക്കും ഒരു ഉൽപ്പന്നത്തെയോ ചേരുവയെയോ മലിനമാക്കാൻ കഴിയുന്ന മറ്റു പലതരം സൂക്ഷ്മാണുക്കൾക്കും വേണ്ടിയുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇൻസ്ട്രുമേഷൻ ലാബിലാണ്. ഇവിടെ ഏറ്റവും നൂതനമായ അനലിറ്റിക്കൽ ഉപകരണങ്ങളാണ് ഉള്ളത്. വളരെ സങ്കീർണമായ ക്രൊമാറ്റോഗ്രാഫിക് മെഷീനുകളാണ് അവ. ഇവ ചൊവ്വയിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന വസ്തുക്കളെ പോലും വിശകലനം ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഉയർന്ന കൃത്യതയ്ക്കും സംവേദനക്ഷമതയ്ക്കും ഉപയോഗിക്കാവുന്നവയാണ്. വളരെ സങ്കീർണവും നൂതനവുമായ ചില യന്ത്രസാമഗ്രികൾ ഇവിടെ കാണാം. ഉൽപ്പന്നത്തിന്റെ പോഷകാഹാര പ്രൊഫൈലിലേക്ക് ഇവ എങ്ങനെ മുതൽക്കൂട്ടാകുമെന്ന് എന്നോട് പറയാമോ? ഈ പ്രത്യേക മുറിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഓരോ മെഷീനും വ്യത്യസ്ത തരം വിശകലനങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കാണാവുന്നത് പോലെ ഇത് 2 ഉപകരണങ്ങളാണ്. ഒന്ന് ഇവിടെയും പിന്നെ മറ്റൊന്ന് ഇതിന് പിന്നിലായും. ഈ ഉപകരണങ്ങൾ വിറ്റാമിൻ അനാലിസിസ്, ഷുഗർ അനാലിസിസ് പോലുള്ള കാര്യങ്ങൾക്കായുള്ളതാണ്. ഇതിന് പിൻഭാഗത്തായി ഞങ്ങൾക്ക് UPLC സിസ്റ്റംസും ഉണ്ട്. ഈ ഉപകരണങ്ങളിലും ഞങ്ങൾ ഇതേ അനാലിസിസ് ചെയ്യുന്നു. അതേ അനാലിസിസുകൾ ഇവിടെ വളരെ വേഗത്തിൽ നടത്താൻ കഴിയും എന്നതാണ് ഇതിന്റെ നേട്ടം. അവിടെ അരമണിക്കൂർ എടുത്താൽ ഇവിടെ 10 മിനിറ്റ് മതിയാകും. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ വിപുലമായ ഉപകരണങ്ങളുണ്ട്. ഞങ്ങൾക്ക് LC-MS ഇവിടെയുണ്ട്. അതുപയോഗിക്കുന്നത് വിറ്റാമിൻ അനാലിസിസിനാണ്. മലിനീകരണ പരിശോധനയും ഇവിടെ നടത്താവുന്നതാണ്. ഉദാഹരണത്തിന് മെലാമൈൻ. അവസാനം ഈ ലാബിന്റെ മൂലയിൽ ഞങ്ങൾക്ക് GC-MS-MS-ഉം GCF-ഉം ഉണ്ട്. വ്യത്യസ്ത ഫ്ലേവറുള്ള വളരെ താഴ്ന്ന മാത്രയിലുള്ള ഒരു ഉൽപ്പന്നത്തിലെ ഫ്ലേവർ തിരിച്ചറിയാൻ GC-MS-MS ഉപയോഗിക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടാണ് ആ ഉൽപ്പന്നം വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ ആകുന്നതാണ്. മറ്റേ ഉപകരണം കംപ്ലീറ്റ് ഫാറ്റി ആസിഡ് പ്രൊഫൈലിനായി ഉപയോഗിക്കുന്നു. ഈ ദിവസങ്ങളിൽ കൊളസ്ട്രോളിന്റെ അളവ്, ട്രാൻസ് ഫാറ്റ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഉപകരണം ഉപയോഗിച്ച് നമുക്ക് ആ വിശകലനങ്ങളെല്ലാം ചെയ്യാൻ കഴിയും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശരിക്കും സങ്കീർണവും അത്യാധുനികവുമായ യന്ത്രങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഈ ലാബിൽ ഹെർബൽ ലൈഫ് ഉൽപ്പന്ന സുരക്ഷ ഉറപ്പാക്കാൻ വളരെയധികം ദൂരം പോകുന്നു. ഇവിടെ ധാതുക്കളും മലിനീകരണ സാധ്യതയുള്ള ധാതുക്കളും സൂക്ഷ്മമായി വിശകലനം ചെയ്ത് എല്ലാ ചേരുവകളും അനാവശ്യ വസ്തുക്കളിൽ നിന്ന് മുക്തമാണെന്ന് സ്ഥിരീകരിക്കുന്നു. ICP ലാബ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് കപ്പിൾഡ് പ്ലാസ്മ ലാബ് കൃത്യമായ ധാതുക്കളുടെ അളവ് അളക്കുന്നതിന് സമർപ്പിച്ചിരിക്കുന്നു. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃത്യമായ സ്പെസിഫിക്കേഷനുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ലാബിന് ധാതുക്കളുടെ അളവ് കണ്ടെത്താനാകും. ഈ സ്റ്റോറിന്റെ ഓരോ ഘട്ടവും പ്രക്രിയയുടെ വ്യത്യസ്ത ഘട്ടത്തിൽ ഗുണനിലവാരം ഉറപ്പാക്കുന്നു. അസംസ്കൃത ചേരുവകൾ പരിശുദ്ധിക്കായി പരിശോധിക്കുന്ന ആദ്യ ഘട്ടങ്ങളിലൊന്നാണിത്. നൊബേൽ സമ്മാന ജേതാവായ ഫ്രെഡറിക് സാങ്ങറും NGS-ഉം ചേർന്ന് വികസിപ്പിച്ചെടുത്ത സാങ്ങർ സീക്വൻസിംഗ് മെത്തേഡ് എന്ന ഒരു പ്രക്രിയ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇത് വളരെ ദ്രുതഗതിയിലുള്ളതും കൃത്യവുമായ ഒരു സീക്വൻസിംഗ് ടെക്നോളജിയാണ്. ഇപ്പോൾ നമ്മുടെ ടൂറിന്റെ അവസാന സ്റ്റോപ്പിനായി നമ്മുടെ യാത്ര ഹെർബ് ഏരിയയിൽ അവസാനിക്കുന്നു. ബൊട്ടാനിക്കൽ സാമ്പിളുകളുടെ ആഗോള ശേഖരണത്തിനായി ഹെർബൽ ലൈഫ് ന്യൂട്രീഷന്റെ സമർപ്പിത ഇടം. ഇപ്പോൾ ഈ സാമ്പിളുകൾ ഓരോന്നും അവയുടെ പല ഉൽപ്പന്നങ്ങളിലേക്കും പോകുന്ന ഹെർബൽ ചേരുവകളുടെ സമഗ്രത ഉറപ്പാക്കുന്ന ഒരു ഗുണനിലവാര മാനദണ്ഡത്തെ പ്രതിനിധീകരിക്കുന്നു. രസകരമായ ചില ബൊട്ടാനിക്കൽ സാമ്പിളുകൾ നമുക്കിവിടെ കാണാം. മിസ്റ്റർ അശുതോഷ്, ഹെർബൽ ലൈഫിന്റെ മാനദണ്ഡമായി ഇവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അപ്പോൾ
നിങ്ങൾക്ക് കാണാനാകുന്നത് പോലെ ഈ ലാബിൽ ഞങ്ങൾക്ക് 2 വ്യത്യസ്ത സാമ്പിളുകളുണ്ട്. അതിലൊന്നാണ് ഈ സാമ്പിൾ. ഇവയെ വൗച്ചർ സ്പെസിമെൻ എന്ന് വിളിക്കുന്നു. ഈ സാമ്പിളുകൾ അംഗീകൃത ബോട്ടണിസ്റ്റുകളാണ് ശേഖരിക്കുന്നത്. നമുക്ക് 2ാമത്തെ സെറ്റ് സാമ്പിളുകൾ കൂടിയുണ്ട്. അത് ജാറുകളിലാണ് ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാമ്പിളുകളെല്ലാം ഒരു ഡിസ്പ്ലേ ആയി സൂക്ഷിച്ചിരിക്കുന്നതിന്റെ ഒരു തത്വശാസ്ത്രം, ഞങ്ങൾ മെറ്റീരിയൽ സാമ്പിൾ നടത്തുമ്പോൾ ഇത് ഒരു റെഫറൻസ് സാമ്പിളായി പ്രവർത്തിക്കും എന്നതാണ്. ജീനോമിക് ടെസ്റ്റിംഗ്, കെമിക്കൽ പ്രൊഫൈലിംഗ്, ടാക്സോണമിക് പ്രൊഫൈലിംഗ് തുടങ്ങിയ എല്ലാ നല്ല സാങ്കേതികതകളും ഞങ്ങൾ പാലിക്കുന്നു. നമുക്കിവിടെ കാണാനാകുന്നത് പോലെ അവയിൽ ചിലത് തണ്ടുകളാണ്, മറ്റുള്ളവ പഴങ്ങളാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുടെ സംയോജനം ഇവിടെ കാണാം. ഇത് വളരെ വിജ്ഞാനപ്രദമായിരുന്നു. നന്ദി. ന്യൂട്രീഷൻ മാറ്റേഴ്സിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. ഓരോ ഹെർബൽ ലൈഫ് ഉൽപ്പന്നത്തിനും പിന്നിലുള്ള അവിശ്വസനീയമായ ശാസ്ത്രവും അർപ്പണബോധവും അഭിനിവേശവും ഇന്ന് നമ്മൾ കണ്ടു. വർദ്ധിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു ലോകത്ത് ലോകമെമ്പാടുമുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിന് ഉയർന്ന നിലവാരം നമ്മൾ പുലർത്തുന്നു എന്നറിയുന്നത് ആശ്വാസകരമാണ്. എന്റെ പേര് നയൻ. അടുത്ത തവണയും ട്യൂൺ ഇൻ ചെയ്യണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ഞങ്ങൾ നിരവധി ഹെർബൽ ലൈഫ് അസോസിയേറ്റുകളെയും അംഗങ്ങളെയും കുറിച്ച് സംസാരിക്കുകയും ആരോഗ്യത്തിൽ പുതിയതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. അതുവരെ അറിവോടെയുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുക, ആരോഗ്യത്തോടെ ഇരിക്കൂ. ഓർക്കുക, ഗുണമേന്മയാണ് നല്ല പോഷകാഹാരത്തിന്റെ കാതൽ.